പ്രായമാകുന്തോറും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്തിനെയാണ്. കഴിയുന്നത്ര പരാതികൾ കുറച്ച് പറയാനും, കഴിയുന്നത്ര സ്വയം സന്തോഷം കണ്ടെത്താനും, നമ്മുടെ സമാധാനം കണ്ടെത്താനും, ഒറ്റയ്ക്കൊക്കെ ഇരിക്കാനും ഒക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു 60-ന് ശേഷമുള്ള ജീവിതത്തെ നമുക്ക് കുറേ കൂടെ മീനിങ് ഫുള്ളും കുറേ കൂടെ ഗ്രേസ്ഫുള്ളും ആക്കി മാറ്റാം, അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. ഒരിക്കലൊരു അപ്പൂപ്പനും കൊച്ചുമകനും കൂടെ കുറച്ച് കൃഷി സ്ഥലത്തൊക്കെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. കൊടുങ്കാറ്റ് വന്ന സമയത്ത് അവരൊരു ആലിൻ്റെ അടുത്താണ് നിന്നിരുന്നത്. അപ്പോൾ അപ്പൂപ്പൻ കൊച്ചുമകനെയും കൂട്ടി ആലിൻ്റെ അടുത്ത് നിന്ന് വളരെ ദൂരേക്ക് മാറി മുളകളൊക്കെയുള്ള ഒരു സ്ഥലത്ത് പോയി നിന്നു. അപ്പോൾ കൊച്ചുമകൻ ചോദിച്ചു, അപ്പൂപ്പ എന്താണ്, നമ്മൾ ആലിൻ്റെ തണലുണ്ടായിരുന്നല്ലോ, വലിയ വൃക്ഷമല്ലേ, അതിൻ്റെ താഴെ നിന്നിരുന്ന് നമ്മൾ കുറച്ചുകൂടെ സേഫ് ആകത്തില്ലേ? അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞ ഒരു കാര്യം, ആൽ വൃക്ഷത്തിനൊരു കുഴപ്പമുണ്ട്, അത് വലിയ മെജസ്റ്റിക്കായിട്ട് നിൽക്കുന്ന മരമൊക്കെയാണ്, ഒരുപാട് വലിയ ശിഖരങ്ങളൊക്കെയുണ്ട്. പക്ഷെ അത് പ്രായമാകും തോറും കാറ്റത്തൊക്കെ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിന് വലിയ ഫ്ലെക്സിബിലിറ്റി ഇല്ല. നേരെ മറിച്ച് മുളകാടിൻ്റെ പ്രത്യേകത, മുളയുടെ ഒരു പ്രത്യേകത, എത്ര ഭയങ്കരമായ കാറ്റ് വന്നാലും എത്ര പ്രതികൂലമായ കാലാവസ്ഥ വരുമ്പോഴും അതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രത്യേകമായ ശേഷി മുളയ്ക്കുണ്ട്. അതതിൻ്റെ വഴക്കമാണ്. എത്ര വലിയ കാറ്റടിച്ചാലും അത് വഴങ്ങി നിൽക്കും. അത് പ്രത്യേകിച്ച് ആ സാഹചര്യങ്ങളുമായിട്ട് വളരെ പൊരുത്തപ്പെട്ട് നിൽക്കും. ഇങ്ങനെ കൺവേർജ് ചെയ്ത് നിൽക്കാനുള്ള ഒരു കപ്പാസിറ്റി മുളയ്ക്ക് വളരെ കൂടുതലാണ്. അപ്പം ഇത് ഞാൻ ഇപ്പോൾ പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം പ്രായമുള്ളവർക്ക്, സീനിയർ സിറ്റിസൻസിന് വേണ്ടിയുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാമായിരുന്നു. വളരെയധികം സീനിയർ സിറ്റിസൻസിനെ ഒരുമിച്ച് കണ്ട ഒരു വേദി. അവിടെ കണ്ടൊരു കാര്യം, പലരും അവരുടെ ജീവിതത്തിൻ്റെയൊക്കെ സായാഹ്നത്തിൽ വളരെ ക്ലേശമൊക്കെ അനുഭവിക്കുന്നവരും, മുഖത്തൊരു ചിരി പലപ്പോഴും ഇല്ലാത്തവരും, ഒരു സന്തോഷമോ സംതൃപ്തിയോ ഒന്നും പലപ്പോഴും ഇല്ലാത്തവരും, ഒരുപാട് പരാതികളുള്ളവരും ഒക്കെയാണ് പൊതുവെ നമ്മൾ നോക്കുമ്പോൾ. എന്നാൽ നമുക്ക് ഈ വാർദ്ധക്യത്തെ എങ്ങനെ കൂടുതൽ ഒരു ഗ്രേസ്ഫുള്ളാക്കുക, അല്ലെങ്കിൽ കുറേ കൂടെ മീനിങ് ഫുള്ളാക്കുക എന്നുള്ളത് ധാരാളം ചർച്ചകൾ വേണ്ട ഒരു മേഖലയാണ്. ഒരുപക്ഷെ അവർക്കും മാനവശേഷി വികസന പരിശീലനങ്ങളൊക്കെ ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പ്രത്യേകിച്ച് പ്രായം ചെല്ലുന്തോറും മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം അവൻ്റെ മെൻ്റൽ ഇമോഷണൽ ഹെൽത്ത് കുറയുന്നു എന്നുള്ളതാണ്. ഫിസിക്കൽ ഹെൽത്ത് മാത്രമല്ല കുറയുന്നത്, ഫിസിക്കൽ ഹെൽത്തിനോടൊപ്പമോ ഒരുപക്ഷെ അതിനു മുമ്പേ തന്നെ അവൻ മാനസികമായിട്ട് ഒരു അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഭയം, ആകുലത, സ്ട്രെസ്സ്, ദേഷ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരെ കൂടുതൽ പ്രയാസപ്പെടുത്തുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് വാർദ്ധക്യകാലം എന്ന് പറയുന്നത്. ഒരു 60 വയസ്സ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ അടുത്ത ഒരു ഇന്നിങ്സിന് വേണ്ടി, അല്ലെങ്കിൽ ശിഷ്ടമായ കാലത്തിന് വേണ്ടി ഒന്നുകൂടെ ഒരുങ്ങേണ്ടത് വളരെ ആവശ്യമാണെന്ന് തോന്നുന്നു. നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു വഴക്കമാണ്. നമ്മൾ അതുവരെയൊക്കെ വലിയ പൊസിഷനിലൊക്കെ ഇരുന്നിട്ടുണ്ട്, നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് അധികാരങ്ങളുണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരുന്നു, നമ്മുടെ കയ്യിൽ തന്നെ നമ്മുടെ കാര്യങ്ങളെയൊക്കെ നിർത്താനുള്ള ശാരീരിക കഴിവുകൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ പതുക്കെ നമ്മൾ പ്രായം ചെല്ലുന്തോറും നമുക്കതൊക്കെ നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വിട്ടുകൊടുക്കേണ്ടതായിട്ട് വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ആ വിട്ടുകൊടുക്കൽ സന്തോഷകരമാകണമെങ്കിൽ നമ്മളെ തന്നെ കൂടുതൽ ഫ്ലെക്സിബിൾ ആക്കണം. ഞാൻ പലപ്പോഴും, എനിക്ക് 2 ആൺകുട്ടികളാണ്, അവർ കാറിലൊക്കെ ഇരിക്കുമ്പോൾ ഞാൻ അവർക്ക് ആ ഫ്രണ്ട് സീറ്റ് വിട്ടുകൊടുത്തിട്ട് ബാക്കിലത്തെ സീറ്റിലേക്ക് കയറിയിരിക്കും. അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മളെ തന്നെ ഒന്ന് ഒരുക്കിയെടുക്കുകയാണ്. ആ ഫ്രണ്ട് സീറ്റിൻ്റെയൊക്കെ കാലം അതൊക്കെ വിട്ടുകൊടുക്കാം, അത് അവർക്ക് കൊടുക്കാം, അവരവിടെ ഇരിക്കട്ടെ, അവരതൊക്കെ എൻജോയ് ചെയ്യട്ടെ. മാനസികമായ ഒരു ഒരുക്കത്തിൻ്റെ ഒരു രീതി നമ്മൾ ചിലതൊക്കെ വിട്ടുകൊടുത്തുകൊണ്ടാണ്, ചിലതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നുകൊണ്ടാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അപ്പം എങ്ങനെയാണ് ഗ്രേസ്ഫുള്ളായിട്ടുള്ള, മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു ഓൾഡ് ഏജിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ അവസ്ഥയെ കുറേ കൂടെ ഒന്ന് മെച്ചപ്പെടുത്തി എങ്ങനെ നിൽക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ മെൻ്റൽ ഫിസിക്കൽ ഹെൽത്ത് വളരെയധികം മെച്ചപ്പെടുത്തി നിലനിർത്താനായിട്ട് ശ്രമിക്കുക. കാരണം പൊതുവെ ഇങ്ങനെ മാറിയിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. കഴിയുന്നത്ര ആക്റ്റീവായിട്ടിരിക്കുക. ഇപ്പോൾ കൈയാണ് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്, ആ കൈ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. കാലുകൊണ്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നവരാണെങ്കിൽ കഴിയുന്നത്ര നടക്കാനും പറ്റുന്ന ജോലികളൊക്കെ ചെയ്യാനും, എപ്പോഴും ആക്റ്റീവായിട്ട് മൂവ് ചെയ്തുകൊണ്ടും നമ്മളിരുന്നാൽ അത്ര കണ്ട് നമ്മളെ പ്രായത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളെ കയറി ആക്രമിക്കത്തില്ല. മൂവ് ചെയ്തുകൊണ്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ കഴിയുന്നത്ര
ശ്രമിക്കുക. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഒരു റെസ്റ്റ് ഔട്ട് അല്ലെങ്കിൽ തുരുമ്പടിക്കുന്ന അവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മൾ ചലിച്ചുകൊണ്ടേയിരിക്കുക, കഴിയുന്നത്ര കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മളെക്കൊണ്ട് സിഗ്നിഫിക്കൻ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഏത് കാര്യമാണെങ്കിലും, ഒരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ നമ്മളെക്കൊണ്ട് പറ്റുമെങ്കിൽ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കുക. എന്തിനാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതിനകത്തൊന്നും വലിയ കാര്യമില്ല. കുറച്ച് നല്ല ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചാൽ അത് കുറച്ച് പേരൊക്കെ കഴിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം ലഭിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം ലഭിക്കും. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. അത്രയേ ഉള്ളൂ. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന. കുറച്ച് തുണികൾ അടുക്കി വെക്കാൻ പറ്റുമെങ്കിൽ അതൊന്ന് അടുക്കി വയ്ക്കുക. എന്തിനാണ് എന്നുള്ളതല്ല, അതൊക്കെ ചെയ്യാൻ ചിലപ്പോൾ വേറെ ആൾക്കാർ കാണുമായിരിക്കും. എങ്കിൽ പോലും നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കുന്നത് വളരെ നല്ലൊരു മൂവ്മെൻറ്റ് ആവശ്യമാണ്, ആക്ടിവിറ്റി ആവശ്യമാണ്. വളരെ പ്രധാനമായ ഒരു കാര്യം ഭക്ഷണം വളരെ ജ്ഞാനത്തോടെ കഴിക്കുക എന്നുള്ളതാണ്. നമുക്ക് പ്രായത്തിനനുസരിച്ച് വേണ്ടുന്ന കാര്യങ്ങളുമുണ്ട്, വേണ്ടാത്ത കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്സ് ഒക്കെ നമുക്ക് പ്രായം കൂടുന്തോറും നമുക്ക് കുറച്ച് മതി. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചിട്ട് നമുക്കെന്നാൽ മറ്റ് ന്യൂട്രീഷ്യൻസൊക്കെ കൂടുതലായിട്ട് ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് പ്രായം. നമ്മുടെ അസുഖങ്ങൾക്കനുസരിച്ചും നമ്മുടെ അസ്വസ്ഥതകൾക്കനുസരിച്ചും നല്ലൊരു ഡയറ്റ് ക്രമീകരിച്ച് ഭക്ഷണം കഴിക്കാനൊക്കെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ചില ആൾക്കാരൊക്കെ ഈ അധികം വരുന്ന സാധനങ്ങളൊക്കെ എടുത്തങ്ങ് കഴിക്കും. അതൊക്കെ വലിയ അപകടമാണ്. അധികം വരുന്ന സാധനങ്ങൾ നമുക്ക് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടാം, അല്ലെങ്കിൽ പുറത്തേക്ക് കളയാം. നമ്മളൊരിക്കലും എടുത്ത് അത് അകത്തേക്ക് കൊടുക്കുന്നത് നമ്മളൊരു വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ്. വളരെ പ്രധാനമായും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. പ്രായമാകും തോറും നമ്മുടെ പഴയ ക്ലാസ്മേറ്റ്സായി, പഴയ ഫ്രണ്ട്സായി ഒക്കെ റിട്ടയറൊക്കെ ആയിരിക്കുന്ന ആൾക്കാരാണ്. എല്ലാവരെയും പതുക്കെ തിരിച്ചു പിടിക്കാനും കൂടുതൽ കണക്ട് ചെയ്യാനും ഒക്കെ ശ്രമിച്ചാൽ നമുക്ക് കുറേ കൂടെ ഒരു സന്തോഷവും കുറേ കൂടെ ഒരു ഉന്മേഷവും ഒക്കെ തോന്നും. ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിക്കാനുണ്ടാകുക, ആരെങ്കിലുമൊക്കെ വിളിക്കാൻ നമുക്കും ഉണ്ടാകുക, ആരെങ്കിലുമൊക്കെ ഒന്ന് കാണാൻ പോവുക, വല്ലപ്പോഴുമൊക്കെ ഇങ്ങനെ യാത്രയൊക്കെ ചെയ്ത് എല്ലാവരെയൊക്കെ ഒന്ന് കാണുക. ഇടയ്ക്കിടയ്ക്ക് ചില കൂട്ടായ്മകൾ, ഫെലോഷിപ്പുകൾ, ഗെറ്റ് ടുഗദറുകൾ, ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മൾ നടത്തുക. 5 പേരാണെങ്കിലും കൂടിയിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകമായ സന്തോഷമാണ്. അതിനുള്ള ഇടങ്ങളും സാഹചര്യങ്ങളും സാവകാശങ്ങളും കുറച്ച് അതിനൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യാനും നമ്മൾ പ്രത്യേകമായിട്ട് ശ്രമിക്കണം. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ബന്ധങ്ങൾക്ക് വേണ്ടി കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കുറച്ചുകൂടെ ലാവിഷായിട്ടൊക്കെ കൈയൊന്ന് അയച്ചൊക്കെ നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ കൈയൊക്കെ അയച്ചൊന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുക. കൂടുതൽ ആൾക്കാരെ നമ്മളുമായിട്ട് കണക്ട് ചെയ്ത് നിർത്തുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു കടയിൽ പോകുന്നു, അവിടെ സ്ഥിരമായി നമുക്ക് കേറ്റർ ചെയ്യുന്ന ഒരു സെയിൽസ്മാൻ ഉണ്ടെങ്കിൽ ആ സെയിൽസ്മാൻ ഒരു നല്ല ടിപ്പൊക്കെ കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ നമ്മൾ അവരെയൊക്കെ നല്ലതായിട്ട് റിഗാർഡ് ചെയ്യുന്നതിനും ഒരു കുഴപ്പമില്ല. അപ്പോൾ എവിടെ ചെല്ലുമ്പോഴും നമ്മൾ അവിടെയൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്ത്, കാരണം നമുക്ക് ഭക്ഷണത്തിനൊക്കെ ഇച്ചിരി കുറച്ച് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്ന് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് മനുഷ്യരെ നമ്മളോട് അടുപ്പിച്ച് നിർത്താൻ ഏറ്റവും കൂടുതലായിട്ട് കഴിയും. അതുപോലെ പണത്തേക്കാൾ കൂടുതൽ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മുടെ ഓൾഡ് ഏജ് എന്ന് പറയുന്നത്. സോഷ്യലൈസിങ്, ഫെലോഷിപ്പ് കഴിവതും കൂടുതൽ കൊടുക്കുകയും കുറച്ച് പ്രതീക്ഷിക്കുകയും ചെയ്യുക. ഈ ലെസ് എക്സ്പെക്റ്റേഷൻ വളരെ ആവശ്യമുള്ളൊരു കാലഘട്ടമാണ് പ്രായം വരുമ്പോൾ. കാരണം നമ്മൾ വലിയ ഇമ്പോർട്ടൻസിലൊക്കെ ഇരുന്നവരാണ്, വലിയ പ്രോമിനൻസിലൊക്കെ ഇരുന്നവരാണ്, നമ്മൾ ഒരു അട്രാക്ഷനൊക്കെ എപ്പോഴും നേടിയെടുത്തിരുന്നവരാണ്. ഇതൊന്നും നമ്മൾ വാർദ്ധക്യത്തിൽ അമിതമായി പ്രതീക്ഷിക്കരുത്. കുറച്ചുകൂടെ സിമ്പിളായിട്ട് മോഡറേറ്റായിട്ട് പ്രതീക്ഷിച്ചാൽ തന്നെ നമുക്ക് പകുതി സമാധാനം കിട്ടും. അമിതമായ പ്രതീക്ഷകളാണ് നിരാശയ്ക്കുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്നത്. നമ്മൾ പ്രായമാകും തോറും കൂടുതൽ ഒറ്റയ്ക്കിരിക്കാൻ പഠിക്കുക, ലോൺലിനെസ്സിനെ മാനേജ് ചെയ്യാൻ പഠിക്കുക, വായിക്കാനൊക്കെ കൂടുതൽ സമയം കണ്ടെത്തുക, കൂടുതൽ ധ്യാനം, യോഗ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യാം. കഴിയുന്നത്ര എന്തെങ്കിലും ഹോബീസൊക്കെ നമുക്ക് റീക്രിയേറ്റ് ചെയ്യാം. വാർദ്ധക്യത്തിൽ നമുക്ക് ഗാർഡനിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് കാര്യമോ, നമുക്ക് ഇഷ്ടമുള്ള എന്ത് കാര്യത്തിലേക്കും കുറേ ഇൻട്രസ്റ്റുകളും ഹോബീസും ഒക്കെ പ്രായമാകുമ്പോൾ വീണ്ടും കണ്ടെത്താം. പഴയ മ്യൂസിക്കൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കാം. അങ്ങനെയുള്ള ആക്ടിവിറ്റീസും അങ്ങനെയുള്ള ടീംസും ഒക്കെ ആയിട്ട് നമുക്ക് റീകണക്ട് ചെയ്യാം. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വാർദ്ധക്യത്തിൽ നമുക്ക് കൂടുതൽ സന്തോഷം തരുന്നതാണ്. ആത്മീയ കാര്യങ്ങളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് ഇടപെടാം. പ്രാർത്ഥന തന്നെ വലിയൊരു ആശ്വാസമാണ്. പാട്ട് പാടുക, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും വിശ്വാസവും ഓരോരുത്തരുടെയും കാഴ്ചപ്പാടും അനുസരിച്ച് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്ത് പ്രവർത്തനങ്ങളുമായിട്ടും നമുക്ക് കണക്ട് ചെയ്യാം. ധാരാളം യാത്രകൾ പോകാം. അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ധാരാളം യാത്ര ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. ഒരുപാടിങ്ങനെ
യാത്രയെ പറ്റിയൊക്കെ ആലോചിച്ചാൽ നമുക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റത്തില്ല. ടു മച്ച് ഓഫ് അനാലിസിസ് ഈസ് പാരാലിസിസ്. അപ്പോൾ അധികം ആലോചിക്കുകയൊന്നും വേണ്ട. നമുക്ക് ഇപ്പോൾ പറ്റുന്ന ഒരാൾ, ആ സാഹചര്യവും അതിന് പറ്റുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്, അതിന് പറ്റുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ധൈര്യമായിട്ട് ഇറങ്ങിത്തിരിക്കുക. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ യാത്രകളൊക്കെ നടത്തി കോൺഫിഡൻസ് നേടുക. ഇതൊക്കെ വളരെ നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് കുറേയൊക്കെ നമ്മുടെ ലോൺലിനെസ്സിനെയൊക്കെ മീനിങ് ഫുൾ ആക്കാൻ പറ്റും. അത്തരം കാര്യങ്ങളൊക്കെ ചെറുപ്പക്കാരുമായിട്ടൊക്കെ ചോദിച്ച് പഠിക്കാനൊക്കെ ശ്രമിക്കുക. ചെറുപ്പക്കാരുമായിട്ട് കണക്ട് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമ്മളിപ്പോൾ വലിയ വലിയ ലോകത്തിലെ പ്രക്ഷോഭങ്ങൾ പോലും നോക്കുക, അവിടെ ഈ ചെറുപ്പക്കാരുമായിട്ട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിന്നതും പ്രായമുള്ള ചില ആൾക്കാരാണ്. അവരാണ് വളരെ വൈസായിട്ടുള്ള അഡ്വൈസൊക്കെ അവർക്ക് കൊടുത്തത്, പല കാര്യങ്ങളിലും അവരെ ഓർഗനൈസ് ചെയ്യാനൊക്കെ സഹായിച്ചത്, അവരെ പ്രചോദിപ്പിച്ചത്, അവർക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ അവരെ ഡിഫെൻഡ് ചെയ്തത് ഒക്കെ പ്രായമുള്ളവരാണ്. പ്രത്യേകിച്ച് പ്രായമാകും തോറും നമ്മൾ നിലപാടുകളിലൊക്കെ ഉറച്ചു നിൽക്കാനും എല്ലാവരെയും സന്തോഷിപ്പിക്കാനൊന്നും നടക്കണ്ട. പക്ഷേ സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ, നീതിയുടെ കൂടെ നിൽക്കാൻ, ശരിയുടെ കൂടെ നിൽക്കാൻ, നിലപാടുകളിൽ കർശനമായി തന്നെ നിൽക്കാം. അത് നമുക്ക് വലിയ ആത്മാഭിമാനവും സന്തോഷവും തരും. ശരിയായ ഭാഗത്ത് ബലം കുറഞ്ഞവരുടെ കൂടെ നിൽക്കാനും പിന്നെ ശബ്ദമില്ലാത്തവനെ കൂടെ നിൽക്കാനും ഒക്കെ കിട്ടുന്ന ഏറ്റവും നല്ല അവസരമാണ്. ഒരുപക്ഷെ ജോലി ചെയ്യുന്ന കാലത്തൊക്കെ നിങ്ങൾക്ക് പലവിധമായ പരിമിതികളുണ്ടായിരുന്നു. പലരെയും നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാനായിട്ട് തെറ്റിൻ്റെയും മോശമായതിൻ്റെയൊക്കെ കൂടെ നിങ്ങൾ നിന്നിട്ടുണ്ടാവും. പക്ഷേ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്കങ്ങനെ ആരെയും സന്തോഷിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അനാവശ്യമായി നമുക്കൊന്നും നേടേണ്ടതായിട്ട് ആവശ്യമില്ല. ആരും നമ്മളെ വന്ന് പിന്നെ ഇനി എന്താണ് ജീവിക്കുന്നിടത്തോളം കാലം ഡിഗ്നിറ്റിയോടുകൂടി ജീവിക്കാനായിട്ട് നല്ല സത്യങ്ങളൊക്കെ വിളിച്ച് പറയണം. ഇപ്പോൾ നമ്മളൊക്കെ ജോലി ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതൊന്നും ഇനിയും വരാതിരിക്കാനെങ്കിലും നമുക്കൊരു പ്രതിരോധം സൃഷ്ടിക്കാനൊക്കെ നമുക്ക് പലതും ലോകത്തോടൊക്കെ വിളിച്ച് പറയാനൊക്കെ കഴിയും. അതിനൊന്നും ഒരു പ്രയാസവുമില്ല. നിങ്ങളുടേതായ രീതിയിൽ, നിങ്ങൾക്ക് പറ്റുന്നതായ രീതിയിൽ, ഒന്നുമില്ലെങ്കിൽ ഒരു കത്തെഴുതി പോലും, ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു കത്തെഴുതി പോലും, അല്ലെങ്കിൽ ഒരു വിവരാവകാശം ചോദിച്ചു പോലും, നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് പോലും ഒരു പ്രതിരോധം ഈ ലോകത്ത് സൃഷ്ടിക്കാനൊക്കെ കഴിയുന്ന ധാരാളം ആൾക്കാരുണ്ട്. എല്ലാവരുടെയും കാര്യമല്ല. എല്ലാവരുടെയും പ്രീതിയൊന്നും വാങ്ങിക്കാനായിട്ട് പോകേണ്ട ഒരാവശ്യവും നമുക്കില്ല. നിലപാടുകളിൽ ഉറയ്ക്കാം. ഇടപാടുകളിൽ എതിർ സൈഡിൽ മനുഷ്യരായതുകൊണ്ട് അവിടെയൊക്കെ ചില ഫ്ലെക്സിബിലിറ്റിയൊക്കെ നമുക്ക് കൊണ്ടുവരുന്നതിന് തെറ്റില്ല. കാരണം നമുക്കൊരു ആർഗ്യുമെൻറ്റ് ജയിക്കാനൊന്നും നമ്മൾ ഇനിയുള്ള കാലത്ത് നിൽക്കേണ്ട കാര്യമില്ല. സമാധാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം. എല്ലാ തർക്കങ്ങളിലും നമ്മൾ പോകണ്ട, എല്ലാ വഴക്കിലും നമ്മൾ പോകണ്ട. പിന്നെ റിലേഷൻഷിപ്പിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട്, സമാധാനത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമുക്ക് എല്ലാ കാര്യത്തിലും ഇടപെടാം. അതുപോലെ തന്നെ അനാവശ്യമായ കാര്യങ്ങളിലൊക്കെ ചെന്ന് നമ്മൾ കയറി ചെല്ലേണ്ട കാര്യമില്ല. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങൾ, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇടപെടാതിരിക്കാം, കുറേയൊക്കെ മാറി നിൽക്കാം, വിട്ടുകൊടുക്കാം. ഏറ്റവും പ്രധാനമായ കാര്യമാണ്. നമുക്ക് അടുത്ത തലമുറയ്ക്ക് പലതും വിട്ടുകൊടുക്കാം, മറ്റുള്ളവർക്ക് പലതും വിട്ടുകൊടുക്കാം. നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് പുറകോട്ട് മാറാം. സ്ഥാനമാനങ്ങൾ പിടിച്ചെടുക്കാൻ കഴിയുന്നത്ര ശ്രമിക്കാതിരിക്കുക. സ്ഥാനമാനങ്ങളൊക്കെ കുറച്ചുകൂടെ ചെറുപ്പമുള്ളവർക്ക് കൈമാറാനായിട്ട് ശ്രമിക്കുക. ഇപ്പോഴും ഓരോ സ്ഥാനമാനങ്ങളൊക്കെ ഇങ്ങനെ പിടിച്ചടക്കിയിരിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ സ്ട്രെസ്സിൻ്റെ ഏറ്റവും പ്രധാന കാരണം അതുതന്നെയാണ്. എന്ത് കാര്യത്തിനാണ് എല്ലാ സ്ഥാനമാനങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒഴിഞ്ഞ്, പൊസിഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഈ ലോകത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാനും ഈ ലോകത്തെ ട്രാൻസ്ഫോം ചെയ്യാനും ഒക്കെ നമുക്ക് കഴിയും. ഒരു പൊസിഷൻ്റെ ആവശ്യമില്ല. നമുക്ക് ഈ അധികാരം പലപ്പോഴും തിന്മ ചെയ്യാനാണ് ആവശ്യം. നന്മ ചെയ്യാൻ ഒരു അധികാരവും വേണ്ട. അതൊക്കെ അങ്ങോട്ട് വിട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ സമാധാനമായിട്ടിരുന്ന് ലോകത്തിൽ നമ്മളുടെ ഒരു ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ലോകത്തിന് എന്ത് സംഭാവന ചെയ്യാം. അതൊരു ആഹാരം ഉണ്ടാക്കുന്നതിലാണെങ്കിലും, ഒരു ജോലി ചെയ്തു കൊടുക്കുന്നതിലാണെങ്കിലും, ഒരു കാര്യം കൃത്യമായി നേതൃത്വം കൊടുക്കുന്നതിലായാലും എവിടെയും നമുക്ക് നമ്മളുടെ റിസോഴ്സസ് ഉപയോഗിക്കാം. ഒരു കണക്ക് അതിനകത്തെ തെറ്റുകൾ കണ്ടുപിടിച്ച് കൊടുക്കാനൊക്കെ നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് കഴിയുമെങ്കിൽ, ഒരു മാനേജ്മെൻറ്റ് എക്സ്പെർട്ടൈസ് കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഒരു കൺസൾട്ടേഷൻ കൊടുക്കാൻ കഴിയുമെങ്കിൽ, അതൊക്കെ നമുക്ക് ലോകത്തിന് നൽകിക്കൊണ്ട് നമുക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന, നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ കഴിയുന്നത്ര നമുക്ക് മാറി നിൽക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ പ്രായത്തെ നമ്മൾ അംഗീകരിക്കണം. അനാവശ്യമായിട്ട് മുടി കൊഴിയുന്നതിനെക്കുറിച്ചോ, നരയ്ക്കുന്നതിനെക്കുറിച്ചോ, പല്ല് കൊഴിയുന്നതിനെക്കുറിച്ചോ, കാഴ്ച കുറയുന്നതിനെക്കുറിച്ചോ ഒക്കെയുള്ള നമ്മുടെ അമിതമായ പ്രയാസങ്ങളൊക്കെ മാറ്റുക. കുറേ കൂടെ പ്രായത്തെ അംഗീകരിക്കാനും പ്രായമായിട്ട് പൊരുത്തപ്പെടാനും ശ്രമിക്കുന്നത് എപ്പോഴും നല്ലതാണ്.
കാരണം ആ അതിനെയാണ് ഒരു ഗ്രേസ്ഫുൾ ഏജിങ് എന്ന് പറയുന്നത്. മീനിങ് ഫുൾ ആകുന്നത് പോലെ തന്നെ ഗ്രേസ്ഫുൾ ആണ്. നമ്മൾ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും സമാധാനത്തോടെയുമാണ് നമ്മൾ ആ ഒരു ഏജിലൂടെ കടന്നു പോകേണ്ടത്. അതാണ് നമുക്ക് ചുറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഒരു കൾച്ചറും അതായിരിക്കണം, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വാല്യൂ അതായിരിക്കണം. ഓരോ പ്രായത്തെ അംഗീകരിച്ചുകൊണ്ട്. ശരിയാണ്, ഒരു പ്രായം എന്ന് പറയുന്ന ഒരു ഡിജിറ്റാണ്, അതിനൊരു സംശയമില്ല. അത് നമ്മളെ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞ് മൂലക്കിരിക്കാനല്ല. നമുക്ക് ആക്റ്റീവായിട്ട് എല്ലായിടത്തും ഇടപെടാം, ആക്റ്റീവായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. പക്ഷെ അവിടെയൊക്കെ നമ്മളെ വളരെ ജ്ഞാനത്തോടു കൂടി നമുക്ക് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ ഈ പ്രായത്തിൽ കഴിയുമ്പോഴാണ് ഗ്രേസ്ഫുൾ ആകുന്നത്. നമുക്ക് ഇടപെടേണ്ടതും ഇടപെടേണ്ടാത്തതും തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഗ്രേസ്ഫുൾ ആകുന്നത്. വിട്ടുകൊടുക്കേണ്ടതും പിടിച്ചു വയ്ക്കേണ്ടതും ഗ്രേസ്ഫുള്ളായിട്ട് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ ഗ്രേസ്ഫുൾ ആകുന്നത്. അപ്പോൾ ഈ തരംതിരിവുകളൊക്കെ ഒരു ജ്ഞാനമാണ്. അതാണ് മെച്യൂരിറ്റിയും വിസ്ഡവും ഒക്കെ ആയിട്ട് മാറേണ്ടത്. അതാണ് പ്രായമുള്ളവരിൽ നിന്ന് ലോകം കാണാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് വളരെ സന്തോഷകരമായിട്ട് സംതൃപ്തിയോടെയും ഒരു കണ്ടൻറ്റഡ് ലൈഫിലേക്ക് നമുക്ക് ഒന്ന് എമർജ് ചെയ്യാൻ കിട്ടുന്നൊരു ബ്യൂട്ടിഫുൾ അവസരമാണ്. നമ്മളില്ലെങ്കിലൊന്നും നടക്കില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മളിപ്പോഴും വളരെ ഇന്നവിറ്റബിളാണ്, ഞാൻ അൺഅവോയ്ഡബിൾ ആണെന്നൊക്കെ ചിന്തിക്കുന്ന പല മനുഷ്യരുമുണ്ട്. അതൊക്കെ വളരെ വൈകല്യം നിറഞ്ഞ ഒരവസ്ഥയാണ്. നമ്മുടെ തോന്നലാണ്. നമ്മൾ മാറിക്കൊടുത്താലൊന്നും ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നമ്മളൊന്ന് മാറിക്കൊടുത്താൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല. അതുപോലെ തന്നെ നമ്മുടെ പണമായാലും നമ്മുടെ സ്വത്തുക്കളായാലും ഒക്കെ വയസ്സായിട്ട് അതൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനും, അതൊക്കെ ഒരു വില്ലൊക്കെ വേണമെങ്കിൽ എഴുതി വയ്ക്കാനും, നോമിനേറ്റ് ചെയ്യേണ്ടവരെ നോമിനേറ്റ് ചെയ്യാനും ഒക്കെ ഈ നമുക്ക് ആരോഗ്യവും പിന്നെ ബുദ്ധിയും ഒക്കെ നന്നായിട്ടുള്ള സമയത്ത് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു വയ്ക്കാം. വളരെ പ്രധാനമാണ്. അതുപോലെ ഈ തെറ്റിനെയും മോശപ്പെട്ടതിനെയും ഒക്കെ എൻകറേജ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ പ്രധാനമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രായമാകും തോറും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരുമായിട്ടൊക്കെ വളരെ സ്നേഹത്തോടെ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരോടൊക്കെ നമുക്ക് വളരെ നന്ദിയോടെ, വളരെ ഗ്രേസ്ഫുള്ളായിട്ടും ഗ്രേറ്റ്ഫുള്ളായിട്ടും നന്ദിയോടെയും ഒക്കെ നമുക്ക് പെരുമാറാൻ ശ്രമിക്കാം. പലപ്പോഴും ഞാനിത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ വീട്ടിലൊക്കെ നിന്ന് നമ്മളെ നോക്കുന്ന ആൾക്കാരോട് പലപ്പോഴും നമുക്ക് വിരോധമാണ്. കാരണം അവരങ്ങനെ നമ്മളോട് ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറയുമ്പോൾ പോലും നമ്മൾക്ക് വേണ്ടിയൊക്കെ സമയം കളഞ്ഞ്, ജോലിയും കളഞ്ഞ്, നമുക്ക് വേണ്ടിയൊക്കെ നിന്ന് നമ്മളെ നോക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരായ ആൾക്കാർ, അവരുടെ ആ നന്മ പലപ്പോഴും നമ്മൾ തിരിച്ചറിയാറ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിദേശത്തു നിന്നൊക്കെ വരുന്ന നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ വലിയ വിലയോടെ ഒക്കെ പറയുമ്പോൾ, നമ്മളെ എപ്പോഴും നിന്ന് നമ്മളെ നോക്കിയ, നമുക്ക് വേണ്ടി എപ്പോഴും സമയം കളഞ്ഞ, നമ്മൾ ആശുപത്രിയിൽ പോയപ്പോൾ അവിടെ വന്ന് നമ്മുടെ കൂടെ ഇരുന്ന, നമുക്ക് ആഹാരം വാരിത്തരുന്ന ആൾക്കാരോട് നമ്മൾ കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആകാനും ശ്രമിക്കുക. അത് ഏറ്റവും പ്രധാനമായൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു സമൂഹത്തിൽ ഇനി ഏറ്റവും കൂടുതൽ നമ്മൾ അംഗീകരിക്കേണ്ടത് പ്രായമുള്ളവരോടൊക്കെ നിന്ന് സമയം കൊടുത്തവരെ നോക്കുന്ന മനുഷ്യരെയാണ്. അതൊരിക്കലും മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും കൂടെ നിൽക്കുന്നവരെ പറ്റിയാണ് നമുക്ക് കൂടുതൽ പരാതിയുള്ളത്. കൂടെ നിൽക്കുന്നവരെ പറ്റിയല്ല നമ്മൾ പരാതി പറയേണ്ടത്. പരാതികൾ തന്നെ നമ്മുടെ മാനസിക ആരോഗ്യം കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം മാത്രമാണ്. പരാതികൾ കുറയ്ക്കുക. പരാതികൾ പറഞ്ഞാൽ കൂടുതൽ അകൽച്ച ഉണ്ടാകത്തേ ഉള്ളൂ. കഴിയുന്നത്ര പരാതികളൊക്കെ കുറയ്ക്കുക. പല കാര്യങ്ങളും നമ്മൾ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയും അമിതമായ പ്രതീക്ഷകളൊക്കെ വെച്ച് പുലർത്താതിരിക്കുകയൊക്കെ ചെയ്താൽ നമുക്ക് കൂടുതൽ സന്തോഷകരമായി ജീവിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിന് ഒരു സംശയമില്ല. കഴിയുന്നത്ര നമുക്ക് കൊച്ചുമക്കളുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക, യുവതലമുറയുമായിട്ടൊക്കെ കണക്ട് ചെയ്യുക, കഴിയുന്നത്ര സമൂഹത്തിൻ്റെ സാംസ്കാരികമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ മൂല്യപരമായ വളർച്ചയ്ക്കും യുവജനങ്ങളുടെ സാധ്യതകൾ വളർത്തുന്നതിനുമൊക്കെ നമുക്ക് കൊടുക്കാവുന്ന കോൺട്രിബ്യൂഷൻസൊക്കെ കൊടുക്കുക. അത് പണം കൊണ്ടാണെങ്കിലും ജ്ഞാനം കൊണ്ടാണെങ്കിലും ഒക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കഴിയുമെങ്കിൽ, പ്രോത്സാഹിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഒക്കെ ചെയ്യുക. പുതിയ തലമുറയെ കുറ്റം പറയാനല്ല, അവരെ നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അതിനെന്ത് കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൊടുക്കാം, ഇതൊക്കെ പ്രായമാകും തോറും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ചുറ്റും അടുത്തുള്ളൊരു സ്കൂളുണ്ടെങ്കിൽ ആ സ്കൂളിലെ അധ്യാപകർക്ക് ഒരു പ്രോത്സാഹനം കൊടുക്കാൻ, അവരെ ഒന്ന് പ്രചോദിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയും പലതരത്തിൽ. ഇപ്പോൾ സെപ്റ്റംബർ 5 അധ്യാപക ദിനമാണ്. ഒരു സ്കൂളിലേക്ക് കയറി ചെന്ന് ഒരു പാക്കറ്റ് മുട്ടായി അവിടുത്തെ ടീച്ചർമാർക്കൊക്കെ വിതരണം ചെയ്യുമ്പോൾ ഒരു അപ്പച്ചൻ്റെയോ അമ്മച്ചിയുടെയോ ഒക്കെ സന്തോഷം എത്ര കണ്ട് വലുതാകും. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ലോകത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരെയൊക്കെ
നമ്മുടെ വീട്ടിൽ വരുന്ന കൃത്യമായി പോസ്റ്റൊക്കെ കൊണ്ടുവരുന്ന ഒരു പോസ്റ്റ് വുമൺ ആയിരിക്കും. നമുക്കവരെ എൻകറേജ് ചെയ്യാം. നമ്മുടെ ടൗണിൽ പിന്നെ ട്രാഫിക്കൊക്കെ നിയന്ത്രിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. അദ്ദേഹത്തിനെ നമ്മളുടെ സീനിയർ സിറ്റിസൺസ് ഫെലോഷിപ്പിലേക്കൊക്കെ വിളിച്ചൊന്ന് ആദരിക്കാം. ഇങ്ങനെ നമുക്ക് ലോകത്ത് നന്മ ചെയ്യുന്ന എല്ലാവരെയും കൂടുതൽ പ്രചോദിപ്പിക്കാനും അവരോടൊക്കെ നല്ല കാര്യങ്ങൾ പറയാനും ഒക്കെ കഴിയുന്ന മനോഹരമായ സമയമാണ് ഈ ഏജ്ഡ് സിറ്റുവേഷൻ. ഇറ്റ് ഈസ് എ ടൈം ഓഫ് വിസ്ഡം, ഇറ്റ് ഈസ് എൻ ഏജ് ഓഫ് വിസ്ഡം. അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ എല്ലാവർക്കും കഴിയട്ടെ. ഞാൻ സന്ദർഭോചിതമായി ഈ ഒരു ടോപ്പിക് എടുത്തു എന്നുള്ളതേ ഉള്ളൂ. പ്രായമുള്ളവരെ കരുതാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർ ഒരുപാട് ഫിസിക്കലി ഭയങ്കര ടയറിങ് ആണ്. കൊച്ചുമക്കളെയൊക്കെ കൊണ്ടുപോയി അമ്മമാരുടെ കയ്യിൽ കൊടുത്തിരിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുണ്ട്. വളരെ തെറ്റാണ് ചെയ്യുന്നത്. കൊച്ചുമക്കളെയൊക്കെ വളർത്തേണ്ട പ്രായമൊക്കെ അവർക്ക് കഴിഞ്ഞു. അവരുടെ ആരോഗ്യത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർക്ക് നല്ല സമാധാനമായ, ഗ്രേസ്ഫുള്ളായ, മീനിങ് ഫുള്ളായിട്ടുള്ളൊരു ഏജിങ്ങിന് എല്ലാവരും അവരെ സപ്പോർട്ട് ചെയ്യുക. പ്രായമുള്ളവരെ കരുതാത്ത ഒരു സമൂഹത്തിന് ഒരു സാംസ്കാരികമായി ഒന്നും അവകാശപ്പെടാനില്ല. പ്രായമുള്ളവരെയും ചെറുപ്പക്കാരെയും കരുതുക എന്നുള്ളതാണ് ഒരു രാജ്യത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഭാവി എന്ന് പറയുന്നത്. എല്ലാവർക്കും ആശംസകൾ നേരുന്നു. ഹാപ്പി ലിവിങ്.